സമ്പന്നമായ സംസ്കാരങ്ങളും പുരോഗതികളും പരസ്പര ബന്ധിതമായ ചരിത്രങ്ങളുമുള്ള മനുഷ്യ നാഗരികതയ്ക്ക് കൗതുകകരമായ ഒരു ഉത്ഭവ ചരിത്രമുണ്ട്. ആഫ്രിക്കയുടെ ഹൃദയത്തിൽ നിന്നുമാണ് ഈ ചരിത്രം തുടങ്ങുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യർക്ക് ആഫ്രിക്കയ്ക്ക് പുറത്ത് വേറെയും സ്ഥലങ്ങളുണ്ടെന്ന് പോലും അറിയാമായിരുന്നില്ല. പക്ഷേ ചക്രവാളത്തിനും അപ്പുറം എന്തായിരിക്കുമെന്നറിയാനുള്ള മനുഷ്യന്റെ ജിജ്ഞാസയും പര്യവേഷണം ചെയ്യാനുള്ള അതിയായ വ്യഗ്രതയും മനുഷ്യനെ ആഫ്രിക്കയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. അവിടെ നിന്നുമാണ് മനുഷ്യരാശി കാലക്രമേണ ലോകം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങിയത്. ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും മനുഷ്യൻ എത്തിയിട്ടുണ്ട്. ഏകാന്തമായ ദ്വീപുകൾ, ചുട്ടുപൊള്ളുന്ന ഉഷ്ണമുള്ള വിജനമായ മരുഭൂമികൾ, തണുത്തു മരവിച്ച കൊടുമുടികൾ, മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ ഗുഹകൾ, അങ്ങനെ എല്ലായിടത്തും ഇന്ന് മനുഷ്യന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ മാത്രമല്ല, അങ്ങ് ചന്ദ്രനിൽ പോലും മനുഷ്യൻ എത്തിപ്പെട്ടു. എന്നാൽ ആഫ്രിക്കയിൽ നിന്നും മനുഷ്യരാശി എപ്പോഴാണ് ലോകം മുഴുവൻ വ്യാപിച്ചത്? എങ്ങോട്ടാണ് മനുഷ്യൻ ആദ്യം പോയത്? ഏത് സ്ഥലത്തിലാണ് മനുഷ്യൻ അവസാനം എത്തിപ്പെട്ടത്? നമുക്ക് നോക്കാം. നമുക്ക് ലഭിച്ചിട്ടുള്ള ഫോസിൽ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ മനുഷ്യരാശിയുടെ ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളത്. ഫോസിൽ രേഖകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ 2 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ നിന്നുമാണ് മനുഷ്യ നാഗരികതയുടെ ചരിത്രം തുടങ്ങുന്നത്. ഈ കാലയളവിലാണ് ഹോമോസാപ്പിയൻസ് ഉടലെടുത്തത്. ഹോമോസാപ്പിയൻസിന്റെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽസ് കിട്ടിയത് എത്യോപ്യയിൽ നിന്നുമാണ്. മനുഷ്യർ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയത് ഇവിടെ നിന്നുമായിരിക്കുമെന്നാണ് ഇതുവരെ നടത്തിയ പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ജിജ്ഞാസയും പര്യവേഷണത്തിനു വേണ്ടിയുള്ള വ്യഗ്രതയും മാത്രമല്ല അതിന്റെ കാരണം. മറിച്ച് പാരിസ്ഥിതികമായ മാറ്റങ്ങൾ, ജനസംഖ്യയുടെ വർധനവ്, ആഹാരത്തിന്റെ ലഭ്യതക്കുറവ്, മറ്റ് ജീവികളുമായുള്ള അതിജീവനത്തിന്റെ മത്സരം, അങ്ങനെ ആദിമ മനുഷ്യർ എത്യോപ്യയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലോട്ട് വ്യാപിക്കാൻ നിരവധി കാരണങ്ങളുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം, ഹോമോസാപ്പിയൻസിന് മുന്നേയുള്ള മനുഷ്യരുടെ മറ്റ് പല പൂർവിക വർഗങ്ങളും ആഫ്രിക്കയിൽ നിന്നും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. ഹോമോസാപ്പിയൻസ് പുറത്തോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഒരുപക്ഷെ ആ വർഗങ്ങളെയൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോയിൽ മനുഷ്യരെന്ന് പറയുന്നതെല്ലാം തന്നെ ഹോമോസാപ്പിയൻസിനെയാണ്. എന്തായാലും എത്യോപ്യയിൽ നിന്നും സമീപമുള്ള സുഡാനിലെത്താൻ ഗുഹാമനുഷ്യരായ ഹോമോസാപ്പിയൻസിന് 10,000 വർഷങ്ങൾ വേണ്ടി വന്നു. ഏകദേശം 1,70,000 വർഷങ്ങൾക്കും 1,40,000 വർഷങ്ങൾക്കും ഇടയിലാണ് മനുഷ്യർ സുഡാൻ കണ്ടെത്തിയത്. പിന്നെ വളരെ വേഗം ആഫ്രിക്ക മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. ഏകദേശം 1,25,000 വർഷങ്ങളായപ്പോഴേക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഏറ്റവും സതേൺ ഭാഗം വരെ മനുഷ്യരെത്തിയിരുന്നു. അതേസമയം തന്നെ നോർത്ത് ഈസ്റ്റിലേക്കും വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അവർ ചെങ്കടലും കടന്ന് മിഡിൽ ഈസ്റ്റിലും എത്തി. 50,000 വർഷങ്ങൾ കൊണ്ട്, അതായത് 1,25,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 75,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലയളവിൽ അവർ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം പൂർണ്ണമായും വ്യാപിച്ചു. അതിനിടയിൽ ആഫ്രിക്കയുടെ സൗത്ത് ഈസ്റ്റിലേക്ക് പോയ മനുഷ്യർ 90,000 വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് മുഴുവൻ വ്യാപിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഏകദേശം 1,00,000 വർഷങ്ങൾക്ക് മുൻപാണ് ഹോമോ ഇറക്ടസ് എന്ന മനുഷ്യരുടെ ഒരു പൂർവിക വർഗത്തിന് വംശനാശം സംഭവിച്ചത്. ശേഷം മിഡിൽ ഈസ്റ്റിൽ വന്ന മനുഷ്യർ പതിയെ പതിയെ ഏഷ്യയിലേക്ക് കയറാൻ തുടങ്ങി. അങ്ങനെ 70,000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഇന്ത്യയിലും ആദ്യമായിട്ട് മനുഷ്യരെത്തി. ഇന്ത്യയിൽ എത്തിയ ശേഷം അധികം വൈകാതെ വെറും 3,000 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഏഷ്യയിലൂടെ ഫിലിപ്പൈൻസിൽ എത്തിയിരുന്നു. ഫിലിപ്പൈൻസിൽ നിന്നും മനുഷ്യർ സമീപമുള്ള തായ്വാനിലെത്തിയത് ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുൻപാണ്. ആ കാലത്തിൽ തന്നെ ആഫ്രിക്കയുടെ വെസ്റ്റിലും നോർത്തിലുമായിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലും മനുഷ്യരെത്തിയിരുന്നു. അതായത് 50,000 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്ക മുഴുവനായും മനുഷ്യർ വ്യാപിച്ചിരുന്നു. ഏഷ്യയിലെത്തിയ മനുഷ്യരും ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ആദ്യമായി ഓസ്ട്രേലിയയിലെത്തിയത്. അന്ന് ഓസ്ട്രേലിയയിൽ മനുഷ്യരെത്തിയ ശേഷം പിന്നെ പുറത്തു നിന്നും ആരും തന്നെ ഓസ്ട്രേലിയയിൽ പ്രവേശിച്ചിട്ടില്ല. ആ പ്രസ്താവന ശരിക്കും നിലവിലൊരു വലിയ തർക്ക വിഷയമാണ്. പക്ഷെ അങ്ങനെ പുറത്തു നിന്നും വന്നിട്ടുള്ളതിന്റെ യാതൊരു തെളിവുകളും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയയിൽ മനുഷ്യരെത്തിയ ശേഷം പിന്നെ 17-ാം നൂറ്റാണ്ടിലാണ് അടുത്ത മനുഷ്യർ അവിടെ എത്തുന്നത്. അതൊരു ബ്രിട്ടീഷ് മേധാവിയായ ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ആയിരുന്നു. ഏകദേശം 47,000 വർഷങ്ങൾക്ക് മുന്നേ ഇന്തോനേഷ്യയിലും സമീപ ദ്വീപുകളിലും മനുഷ്യരെത്തി. ആഫ്രിക്കയിൽ നിന്നും ഇങ്ങ് ഏഷ്യയിലും ഓസ്ട്രേലിയയിലും വരെ എത്തിയെങ്കിലും തൊട്ടു മുകളിൽ കിടക്കുന്ന യൂറോപ്പിലേക്ക് മനുഷ്യർ പ്രവേശിച്ചത് ഏകദേശം 48,000 വർഷങ്ങൾക്കും 43,000 വർഷങ്ങൾക്കും ഇടയിലാണ്. ആദ്യം ഗ്രീസിലേക്കാണ് മനുഷ്യരെത്തിയത്. മനുഷ്യരെത്തിയ ശേഷം അധികം വൈകാതെ തന്നെ അവിടെ ജീവിച്ചിരുന്ന മറ്റൊരു പൂർവിക വർഗത്തിന് വംശനാശം സംഭവിച്ചു. അതാണ് നിയാൻഡർതാൽസ്.
ശരിക്കും ഇത് നിയാണ്ടർതാൽസിന്റെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യരാദ്യമായിട്ട് പോയ എല്ലായിടത്തും അധികം വൈകാതെ അവിടെയുള്ള പല ജീവിവർഗങ്ങൾക്കും വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അതിന്നും അങ്ങനെ തന്നെയാണ്. മനുഷ്യരെത്തിയ ശേഷം ഏതാനും ചില ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ, അതായത് ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപ് നിയാണ്ടർതാൽസിന് വംശനാശം സംഭവിച്ചു. ഗ്രീസിൽ നിന്നും യൂറോപ്പിന്റെ നോർത്തിലേക്കും വെസ്റ്റിലേക്കും മനുഷ്യർ പതിയെ പതിയെ വ്യാപിച്ചു. ഫോസിൽ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇടയിലുള്ള സ്ഥലങ്ങളെല്ലാം അവഗണിച്ച് ഏകദേശം 42,000 വർഷങ്ങൾക്ക് മുന്നേ മനുഷ്യർ നേരെ യൂറോപ്പിന്റെ അങ്ങേയറ്റത്ത് UK പോയത്. അവിടെ നിന്നും അധികം വൈകാതെ ജർമ്മനിയിലോട്ടും ഇറങ്ങി. ഇന്ന് UK ഒരു ദ്വീപാണെങ്കിലും ആ കാലഘട്ടത്തിൽ UKയും യൂറോപ്പും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന കരഭാഗമുണ്ടായിരുന്നു. അങ്ങനെയാണ് മനുഷ്യർ അവിടെ എത്തിയത്. അത് UKയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് പല ദ്വീപുകളിലും ഈ രീതിയിൽ മനുഷ്യരെത്തിയിട്ടുണ്ട്. എന്നുവെച്ച് എല്ലാ ജലാശയങ്ങളും ഇങ്ങനെയാണ് കടന്നതെന്ന് കരുതരുത്. കാരണം പണ്ട് മനുഷ്യരുടെ പൂർവികരായ ഹോമോ ഇറക്ടസിന്റെ കാലം മുതൽ ചങ്ങാടങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു. അതായത് ഏകദേശം 8 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് മുതൽ. എന്തായാലും യൂറോപ്പിൽ മനുഷ്യർ വ്യാപിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഏഷ്യയിലെത്തിയ മനുഷ്യർ ചൈനയിലേക്കും പ്രവേശിച്ചിരുന്നു. അതായത് ഏകദേശം 45,000 വർഷങ്ങൾക്കും 40,000 വർഷങ്ങൾക്കും ഇടയിൽ. അതേ സമയത്തിലാണ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നവർ തൊട്ടടുത്തുള്ള ദ്വീപായ ടാസ്മാനിയയിലെത്തിയത്. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നും ഓസ്ട്രേലിയയ്ക്ക് മുകളിലുള്ള മറ്റൊരു ദ്വീപായ ന്യൂഗിനിയയിലേക്ക് മനുഷ്യരെത്തിയത്. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ദ്വീപാണ് ന്യൂഗിനിയ. ശേഷം ഏകദേശം 34,000 വർഷങ്ങൾക്ക് മുന്നേ ശ്രീലങ്കയെ മനുഷ്യർ കണ്ടെത്തി. നോർത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ 32,000 വർഷങ്ങൾക്ക് മുന്നേ ജപ്പാനിലുമെത്തി. ഏകദേശം അതേ കാലഘട്ടത്തിൽ റഷ്യയിലേക്ക് മനുഷ്യർ പ്രവേശിച്ചിരുന്നു. ശേഷം മനുഷ്യർ പുതിയൊരു ഭൂഖണ്ഡത്തിനെ തന്നെ കണ്ടെത്തി. അതാണ് നോർത്ത് അമേരിക്ക. ഏകദേശം 35,000 വർഷങ്ങൾക്ക് മുൻപ് മുതൽ 26,000 വർഷങ്ങൾക്ക് മുൻപ് വരെയുള്ള കാലഘട്ടത്തിലാണ് മനുഷ്യരാദ്യമായി നോർത്ത് അമേരിക്ക കണ്ടെത്തിയത്. ഇതുവരെ പറഞ്ഞ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒട്ടുമിക്ക ദ്വീപുകളിലും മനുഷ്യർക്ക് മുന്നേ മനുഷ്യരുടെ ഏതെങ്കിലും പൂർവിക വർഗം എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നോർത്ത് അമേരിക്കയിൽ മനുഷ്യരുടെ ഒരു പൂർവികരും എത്തിയിരുന്നില്ല. അങ്ങനെ എത്തിയിട്ടുള്ളതിന്റെ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഏഷ്യയും നോർത്ത് അമേരിക്കയും തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ഒരു കരഭാഗമുണ്ടായിരുന്നു. ബെറിഞ്ചിയ ബ്രിഡ്ജ് എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെയാണ് മനുഷ്യർ നോർത്ത് അമേരിക്കയിൽ എത്തിയത്. ഇന്ന് ഈ കരഭാഗം ഏകദേശം പൂർണ്ണമായും സമുദ്രത്തിനടിയിലാണ്. ബെറിഞ്ചിയ ബ്രിഡ്ജിന്റെ സ്ഥാനത്തിൽ ഏതാനും ചില ദ്വീപുകളെ മാത്രമേ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യർ നോർത്ത് അമേരിക്കയിൽ എത്തിയ കാലഘട്ടത്തിൽ യൂറോപ്പിലെ നോർത്തേൺ ഭാഗങ്ങളിലേക്കും മനുഷ്യർ വ്യാപിക്കാൻ തുടങ്ങിയിരുന്നു. ഏകദേശം 24,000 വർഷങ്ങൾക്ക് മുന്നേ യൂറോപ്പിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചിരുന്നു. 25,000 വർഷങ്ങൾക്ക് മുന്നേ നോർത്ത് അമേരിക്കയിൽ എത്തിയെങ്കിലും ആയിരക്കണക്കിന് വർഷക്കാലം അവർ അലസ്കയിലാണ് ജീവിച്ചിരുന്നത്. ഒടുവിൽ ഏകദേശം 16,000 വർഷങ്ങൾക്ക് മുന്നേ അവർ നോർത്ത് അമേരിക്കയുടെ ഉള്ളിലോട്ട് പ്രവേശിച്ചു. അവിടെ നിന്നും 1000 വർഷങ്ങൾക്ക് ശേഷം അവർ സൗത്ത് അമേരിക്കയിലുമെത്തി. സൗത്ത് അമേരിക്കയിലും അതിനു മുന്നേ മനുഷ്യരുടെ പൂർവികരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഹോമോ സാപ്പിയൻസ് ആണ് അവിടെ എത്തിയത്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുന്നേ സതേൺ യൂറോപ്പിൽ നിന്നും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് മനുഷ്യർ എത്തിച്ചേർന്നു. പിന്നെ ഏകദേശം 2000 വർഷങ്ങൾക്കുള്ളിൽ യൂറോപ്പ് മുഴുവനായും മനുഷ്യർ വ്യാപിച്ചു. അതേസമയം തന്നെ ഏഷ്യയിലും നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും മനുഷ്യർ ഏകദേശം പൂർണ്ണമായും വ്യാപിച്ചിരുന്നു. അങ്ങനെ ലോകത്തിന്റെ നല്ലൊരു ശതമാനത്തിലും മനുഷ്യനാധിപത്യം സ്ഥാപിച്ചു. അതിനുശേഷം പിന്നെ അവശേഷിക്കുന്ന ദ്വീപുകൾ ഓരോന്നായിട്ട് കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ 8,000 വർഷങ്ങൾക്ക് മുന്നേ റഷ്യയുടെ സോക്കോവ് എന്ന ദ്വീപ് കണ്ടെത്തി. 7,000 വർഷങ്ങൾക്ക് മുന്നേ മെഡിറ്ററേനിയൻ സമുദ്രത്തിലുള്ള മാൾട്ട ദ്വീപ് കണ്ടെത്തി. 6,000 വർഷങ്ങൾക്ക് മുന്നേ നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലുള്ള പോർട്ടോറിക്കോ ദ്വീപിനെയും അതിന് സമീപമുള്ള മറ്റ് ചില ചെറിയ ദ്വീപുകളെയും കണ്ടെത്തി. പക്ഷെ ഈ ദ്വീപുകളെല്ലാം നേരത്തെ തന്നെ കണ്ടെത്തിയെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ കണ്ടെത്തിയത് 4,000 വർഷങ്ങൾക്ക് മുന്നെയാണ്. 3,000 വർഷങ്ങൾക്ക് മുന്നേ ഫിജി, സമോവ, വനാറ്റു അങ്ങനെ ഓസ്ട്രേലിയയ്ക്ക് സമീപമുള്ള നിരവധി ദ്വീപുകളിൽ മനുഷ്യരെത്തിച്ചേർന്നു. പിന്നെ കുറെ കാലം പുതിയ ദ്വീപുകളൊന്നും കണ്ടെത്തിയില്ല. ഒടുവിൽ 2300 വർഷങ്ങൾക്ക് മുന്നേ, അതായത് BC 300-ൽ പസഫിക് സമുദ്രത്തിലെ ഹവായി ദ്വീപുകളിലും മനുഷ്യരെത്തി. ലോകത്തിലെ 4ാമത്തെ വലിയ ദ്വീപായിരുന്നിട്ടും AD 490-ലാണ് ആദ്യമായിട്ട് മനുഷ്യർ മഡഗാസ്കറിൽ എത്തുന്നത്. പക്ഷെ അത് നിലവിൽ ഒരു വലിയ തർക്ക വിഷയമാണ്. അതിനു മുൻപ് മനുഷ്യർ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ചില ഗവേഷണങ്ങൾ പറയുന്നത്. എങ്കിലും അതിന് മതിയായ തെളിവുകളൊന്നുമില്ല. മറ്റൊരു കാര്യമെന്നത്, ആദ്യമായിട്ട് അവിടെ മനുഷ്യരെത്തിയത് ശരിക്കും ആഫ്രിക്കയിൽ നിന്നുമല്ല, മറിച്ച് ലോകത്തിലെ 3ാമത്തെ വലിയ ദ്വീപായ ബോർണിയോയിൽ നിന്നുമാണ് വന്നത്. യൂറോപ്പിന്റെ വെസ്റ്റ് ഭാഗത്തിലുള്ള ഫാറോയി ദ്വീപുകളിൽ AD 600-ലാണ് മനുഷ്യരാദ്യമായിട്ട് എത്തിയത്.
ഏകദേശം അതേ കാലത്തിലാണ് നോർത്ത് അമേരിക്കയ്ക്ക് കീഴിലുള്ള ബഹാമാസ് ദ്വീപുകളിലും മനുഷ്യരെത്തിച്ചേർന്നത്. 874 വൈക്കിങ്സ് കണ്ടെത്തുന്നതുവരെ ഐസ്ലൻഡിൽ മനുഷ്യരെത്തിയിരുന്നില്ല. അതുപോലെ ന്യൂസിലാൻഡിലും 1200 വരെ മനുഷ്യരെത്തിയിരുന്നില്ല. 1604 സ്വാൽബാർഡ് എന്ന മറ്റൊരു വിജനമായ ദ്വീപ് മനുഷ്യർ കണ്ടെത്തി. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പിന്നെ നിരനിരയായി ധാരാളം ദ്വീപുകൾ കണ്ടെത്തി. ഇന്ന് നിലവിൽ ഏകദേശം 9 ലക്ഷം ദ്വീപുകളുണ്ട്. പക്ഷെ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത നിരവധി ചെറിയ ദ്വീപുകൾ ഇനിയും ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. വെറും 2 മാസങ്ങൾക്ക് മുന്നേ, അതായത് 2023 നവംബറിൽ പോലും ജപ്പാനിലെ ഐവോ ജിമ എന്ന ദ്വീപുകൾക്കിടയിൽ നിന്നും ഒരു പുതിയ ദ്വീപ് കണ്ടെത്തി. പക്ഷെ യഥാർത്ഥത്തിൽ അതിപ്പോൾ പുതുതായിട്ടുണ്ടായ ഒരു ദ്വീപാണ്. അഗ്നിപർവ്വത വിസ്ഫോടനം കാരണമാണ് അത് രൂപം കൊണ്ടത്. നിലവിൽ ഇതാണ് മനുഷ്യർ ഏറ്റവും അവസാനം കണ്ടെത്തിയ ലോകത്തിലെ കരഭാഗം. ഇതുപോലെ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളുടെ അനന്തരഫലത്താൽ എല്ലാ കാലത്തിലും പുതിയ പുതിയ ദ്വീപുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ മനുഷ്യന്റെ കണ്ടെത്തലുകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഓസ്ട്രേലിയയെക്കാളും യൂറോപ്പിനേക്കാളും വലിയൊരു ഭൂഖണ്ഡം മനുഷ്യന്റെ ദൃഷ്ടിയിൽ പോലും പെടാതെ മറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അതാണ് അന്റാർട്ടിക്ക. 1820 ഒരു റഷ്യൻ നാവികൻ തികച്ചും യാദൃച്ഛികമായിട്ടാണ് അന്റാർട്ടിക്കയെ കാണുന്നത് പോലും. പക്ഷെ അന്ന് അയാൾക്ക് അവിടെ ഇറങ്ങാൻ സാധിച്ചില്ല. ശേഷം 1853 ഒരു അമേരിക്കൻ നാവികനായ മെർസാറ്റോർ കൂപ്പറാണ് ആദ്യമായിട്ട് അന്റാർട്ടിക്കയിൽ കാലുകുത്തിയത്. എന്നുവെച്ചാൽ അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയതിനും ശേഷമാണ് ഭൂമിയിലെ അവസാനത്തെ ഭൂഖണ്ഡത്തിൽ മനുഷ്യനെത്തിയത്. എന്തായാലും ആഫ്രിക്കയിലെ ചെറിയൊരു സ്ഥലത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരാശി ഇങ്ങനെയാണ് ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ലോകം മുഴുവൻ വ്യാപിച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.